ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിവരം കൂടി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഈ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി ചോദിച്ചത് അത് അവധിക്കാല ഹർജി അല്ലെങ്കിൽ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി റീഓപ്പൺ ചെയ്ത ശേഷം വീണ്ടും പരിഗണിക്കും. ജനുവരി 6-ന് പരിഗണിക്കാനായി മാറ്റി. അന്വേഷണം മെല്ലെ പോകുന്നു എന്ന ആക്ഷേപമുണ്ടല്ലോ എന്നാണ് SIT-യോട് കോടതി പറഞ്ഞത്. അത് നേരത്തെ ഒരു ബെഞ്ച് ഇക്കാര്യത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി പറയുന്നത്. അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. മറ്റൊരു ബെഞ്ചിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഈ പരാമർശം നടത്തിയത്. അപ്പോൾ ജാമ്യം ഉടൻ കൊടുക്കില്ല. അത് ഗോവർദ്ധന്റെ കാര്യത്തിലാണ്, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ കാര്യത്തിലാണ്. ജാമ്യം ഉടൻ നൽകാനാവില്ല, എല്ലാവരെയും പിടികൂടട്ടെ എന്നാണ് അവധിക്കാല ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി വളരെ കണിശമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം കൊടുക്കുന്നത് ഉൾപ്പെടെ ഉള്ള നടപടികളിലേക്കൊന്നും കോടതി ഈ ഘട്ടം വരെയും കടന്നിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആദ്യം അറസ്റ്റിലായ ആൾ മുതൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ പ്രതി വരെ ജാമ്യാപേക്ഷയുമായി ചെന്ന ഘട്ടത്തിലൊക്കെ അന്വേഷണം അതിൻ്റെ സുപ്രധാന ഘട്ടത്തിലൂടെ കടക്കുമ്പോൾ ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എല്ലാ കോടതികളും സ്വീകരിച്ചത്. അങ്ങനെ കോടതികൾ ഈ അന്വേഷണത്തിൻ്റെ സത്യം കണ്ടെത്തണം, അതിൻ്റെ അവസാന കണ്ണിയിലേക്ക് എത്തട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയും അത് ഉത്തരവിൻ്റെയൊക്കെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട, നിയമപരമായും രാഷ്ട്രീയമായും വളരെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള വാർത്ത നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ ചോദ്യം ചെയ്യൽ വാർത്ത പുറത്തു വന്ന ശേഷം കടകംപള്ളിയുടെയോ പ്രശാന്തിന്റെയോ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രതികരണം വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന ഈ നാലാഞ്ചിറയിലെ മാറിവാനീസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഒരു പക്ഷേ അദ്ദേഹം അതിനുശേഷം പ്രതികരിക്കും, മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. രണ്ടാമത്തേത് PS പ്രശാന്ത് ആകട്ടെ, അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ അരുവിക്കരയിലെ വീട്ടിലുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ നടപടി നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഇത്ര ഘട്ടം കഴിഞ്ഞു ഈ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ കരുതിയിരുന്നില്ല. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്ന രണ്ട് വിവരങ്ങളാണ്. SIT ആദ്യഘട്ട ഇടക്കാല റിപ്പോർട്ടുകൾ കൊടുത്ത ശേഷം തന്നെ ഇവരുടെ മൊഴിയെടുക്കണം, ചില കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യം അത് അനൗദ്യോഗികമായിട്ടൊക്കെ മാധ്യമങ്ങളിൽ ചിലരോട് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവരുടെ മൊഴിയെടുക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോളോ അപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടിയിലേക്ക് പോകുമെന്നുള്ള കാര്യം SIT ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അവരെ സംബന്ധിച്ച് 5-ാം തീയതി അല്ലെങ്കിൽ അത് കഴിഞ്ഞ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇനിയൊരു വിമർശനം അവർക്ക് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം അതുണ്ടാകാനും പാടില്ല. കാരണം കേസ് അന്വേഷണം, SITയുടെ അന്വേഷണം നമുക്കറിയാം പലതരത്തിൽ കഴിഞ്ഞ 2-3 ആഴ്ച പലതരത്തിൽ വലഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അത് വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. കാരണം ഈ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, തുണ്ടിമുതലുകൾ അവർക്ക് കിട്ടിയിട്ടില്ല, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. ഇപ്പോൾ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പത്മകുമാറാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ അവർ നടത്തിയിരുന്നെങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക്, അതായത് പത്മകുമാറാണ് അതിന്റെ കാര്യമെങ്കിൽ ഇത് എങ്ങോട്ടേക്ക് കടത്തി എന്നുള്ള കാര്യത്തിലൊക്കെ മറുപടി കൊടുക്കണം. പക്ഷെ അപ്പോഴാണ് ഈ വിദേശ വ്യവസായിയുടെ മൊഴി വരികയും ഡി മണിയും പുതിയ ചില കഥാപാത്രങ്ങൾ ബാലമുരുകനും ശ്രീകൃഷ്ണനും ഒക്കെ വന്നത്. അപ്പോഴും ഈ കോൺസ്പിറസിയിൽ, സംസ്ഥാനത്തിനകത്ത് ഇതിന്റെ കോൺസ്പിറസിയിൽ ആർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ SIT ഏതെങ്കിലും തരത്തിൽ ആ ലിങ്ക് ക്ലോസ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ലിങ്കിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണ സംഘം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള കാരണം നമുക്കറിയാം. അദ്ദേഹമായിരുന്നു അന്ന് വകുപ്പ് മന്ത്രി. ആ വകുപ്പിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ റിവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ ചേരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി വകുപ്പിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടായിരുന്നോ? അതായത് സ്വർണ്ണപ്പാളികൾ കടത്തിയതിലല്ല, ഇത്തരം ചില വിവരങ്ങൾ സംഭവിച്ചതിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ അറിവുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുകയായിരുന്നു SIT ലക്ഷ്യം വെച്ച കാര്യം. കാരണം 2019 തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ നടത്തിയ ശേഷം തന്ത്രി ഒരു കത്ത് കൊടുക്കുന്നു. അവിടെ തൊട്ടാണ് ഇതിന്റെ ആക്ച്വൽ ഫോമാറ്റിൽ, അതായത് സർക്കാർ സംവിധാനങ്ങളിൽ ആക്ച്വൽ ഫോമാറ്റിൽ റണ്ണ് തുടങ്ങുന്നത്. ആ രീതിയിൽ കത്ത് ആദ്യം പോകുന്നു, ദേവസ്വം ബോർഡിൽ ചർച്ചയാകുന്നു, അതിനുശേഷം മീറ്റിംഗ് മിനിറ്റ്സിൽ കൃത്രിമത്വം അത് വരുത്തുന്നു, അതിനുശേഷം ഈ പാളികൾ കൊണ്ടുപോകുന്നു. ശേഷം കൃത്യമായി ഈ ഗോൾഡ് സ്മിത്തോ അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അക്കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല. ദിവസങ്ങളോളം സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. ശേഷം മടങ്ങിയെത്തിയത് കൃത്യ ഡേറ്റിനല്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ വിലയിരുത്തുന്നതിലോ നിരീക്ഷിക്കുന്നതിലോ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ഉറപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ദേവസ്വം വകുപ്പിനോ മറ്റാർക്കെങ്കിലോ അത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ അന്വേഷണ സംഘം
ദേശീയപാത ലക്ഷ്യം വെക്കുന്ന കാര്യം PS പ്രശാന്തിനെ സംബന്ധിച്ച് PS പ്രശാന്തിന്റെ കാലത്ത് വീണ്ടും ഈ രീതിയിലുള്ള ഒരു നീക്കം, അതായത് ഇതിന്റെ മെയിൻ്റനൻസ് പ്രവർത്തികൾക്കായി ഇക്കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തുമ്പോഴാണ് ഈ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. 2019 സമാനമായി പ്രോട്ടോകോളുകൾ ലംഘിച്ച്, ദേവസ്വം മാനുവലുകൾ ലംഘിച്ച്, രേഖകൾ കൃത്രിമത്വം കാണിച്ച് ചിലരെ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.